ഒരുപാട് പേര് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്, ആക്ച്വലി ഞാനും ചെയ്തിരുന്ന ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആയിരുന്നു ഇത്. അതായത് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്ത് അത് നല്ലതാണെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ മൾട്ടി ടാസ്കിങ് ചെയ്യാറായിരുന്നു. അതായത് ഇപ്പം എൻ്റെ ഒരു ടാബിൽ ഞാനൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു വർക്കും കൂടിയും ചെയ്യാൻ വേണ്ടി മാക്സിമം സ്വിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് മൾട്ടി ടാസ്കിങ് വേഴ്സസ് ഫോക്കസ്ഡ് വർക്ക് എന്നുള്ള. സോ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ആക്ച്വലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സോ നിങ്ങൾക്ക് ഓരോ പുതിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ്. ആക്ച്വലി മൾട്ടി ടാസ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു അറ്റ് എ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ വർക്ക്സ്, അതായത് സ്വിച്ച് ചെയ്തുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ വർക്ക്സ് ചെയ്യുന്നതിനാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. അപ്പം അതും ഈ ഫോക്കസ്ഡ് വർക്കും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഡീപ്പ് റിസർച്ച് ചെയ്തുകൊണ്ട് ടൂൾസ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു റിസർച്ച് പേപ്പേഴ്സ് കുറച്ച് കളക്ട് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ ഒരു ചില സമയത്ത് ഞാനൊരു കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്കും അത് ഫീൽ ചെയ്തു. അത് ഒബിയസ്ലി മോസ്റ്റ്ലി അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന വർക്കിന്ന് മറ്റൊരു വർക്കിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് 40% നമ്മളെ പ്രൊഡക്റ്റീവ് ടൈമിൽ ഡിപ്രഷൻ സംഭവിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അവിടെ താഴോട്ടേക്ക് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആക്ച്വലി കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് സാരം. ഞാൻ പണ്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ഒക്കെ പറയും, അടിപൊളിയാണല്ലോ, ഇതെങ്ങനെ നീ ചെയ്യുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സോ ആക്ച്വലി ഇത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ചിന്തിച്ചു കഴിഞ്ഞ് ആക്ച്വലി ഇങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആക്ച്വലി അടിപൊളിയായിരിക്കും. പക്ഷേ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് സെലക്ട് ചെയ്ത ഒരു 2 വർക്ക്, ഇപ്പം A, B എന്ന് പറയുന്ന 2 വർക്ക് ഉണ്ടെങ്കിൽ അതിൽ A വർക്ക് കംപ്ലീറ്റ് ആവാൻ 1 hour ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ബിനും അതേപോലെ 1 hour എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി A ചെയ്ത് B ചെയ്യാൻ ഒരു 2 hour കൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പക്ഷെ Aയും Bയും ഒപ്പരം ചെയ്യുമ്പോൾ നമുക്കതൊരു 3 hour ആവുകയാണ്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ടൈമിംഗ് വെച്ച് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു പ്രശ്നം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു കാര്യം ഒന്ന് മാറ്റി കുറച്ചൊരു വീക്കോളം ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോക്കസ്ഡ് പാറ്റേണിലേക്ക് വർക്ക് ചെയ്തു. അതായത് ഒരു വർക്ക് ഞാൻ സെലക്ട് ചെയ്താൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഞാൻ അടുത്ത വർക്ക് എടുക്കുക. അങ്ങനെ ആയ സമയത്ത് എനിക്ക് ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടൈം എനിക്ക് എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. മോർ ദാൻ ഒരുപാട് വർക്ക്സ് അറ്റ് എ ടൈം ചെയ്യുന്നതിനായിട്ട് നല്ലത് നമുക്ക് പ്രൊഡക്ടിവിറ്റി അവിടെ നല്ല രീതിയിൽ കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് റിസർച്ച് പേപ്പർ ഫൈൻഡ് ഔട്ട് ചെയ്ത സമയത്തുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ എന്താക്കുന്നുണ്ട്, നമ്മളെ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള. അത് ഒരുപാട് ന്യൂസിലും അതുപോലെ തന്നെ ഓരോരുത്തർ റിസർച്ച് ചെയ്ത പേപ്പറിലും കാര്യങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ബിലീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോ പേപ്പേഴ്സിലുള്ള സയന്റിഫിക്കലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ മൾട്ടി ടാസ്കിങ് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് വർക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ടൈം നമുക്ക് എന്താക്കാൻ പറ്റും, നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളെ വർക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മോർ ദാൻ പ്രൊഡക്ടിവിറ്റിനെ കാട്ടിയും ഈ ഒരു കാര്യം മൾട്ടി ടാസ്കിങ്ങിനെ കാട്ടിയും നിങ്ങൾ ഈ ഒരു കാര്യം ഫോക്കസ്ഡ് വർക്കായിട്ട് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. സോ ഇതേപോലത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചും ഇതുപോലത്തെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിനെ കുറിച്ചും കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാനലിൽ ഞാൻ ഓൾറെഡി പേഴ്സണൽ ഫൈനാൻസും അതുപോലത്തെ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരാൾക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ഒരുപാട് കണ്ടന്റ് ഇടുക എന്നുള്ളതാണ് മെയിൻ എൻ്റെ ഉദ്ദേശം. അതായത് എനിക്ക് നല്ലൊരു ഓഡിയൻസ്, ആ ഒരു ഓഡിയൻസിൽ നല്ല വാല്യൂ കൊടുക്കാൻ പറ്റണം. ആ ഒരു ഓഡിയൻസായിട്ട് ആ ഓഡിയൻസിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് കിട്ടി, എനിക്ക് നല്ല ഓവറായിട്ട് ചിന്തിച്ച് അതിൽ ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടണമെന്നുണ്ട്. സോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോ അങ്ങനെ ഒരു ഓഡിയൻസിന് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്ത് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങളെ ഇൻസൈറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.